വിശുദ്ധ വേദപുസ്തകം ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി. സുവിശേഷം എന്നതോ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുവീൻ, അതാകുന്നു ഞങ്ങളുടെ സുവിശേഷം. പ്രിയരെ, കാലത്തിന് മായ്ച്ചു കളയുവാൻ കഴിയാത്ത ഒരു സദ്വർത്തമാനമാണ് സുവിശേഷം. ഇന്നേക്ക് 2024 വർഷങ്ങൾക്ക് മുൻപ് അവനിയിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സദ്വർത്തമാനം ഈ ദേശത്തോടൊരു പ്രാവശ്യം കൂടെ വിളിച്ചറിയിക്കുവാൻ ഞങ്ങൾക്ക് ദൈവം നിയോഗം തന്നതോർത്ത് ദൈവത്തിന് മഹത്വം കരേറ്റുന്നു. 2024 വർഷങ്ങൾക്ക് മുൻപ് വിളംബരം ആരംഭിച്ച സുവിശേഷത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താണ് പ്രസക്തിയെന്ന് നിങ്ങളിൽ പലർക്കും ചോദ്യമുണ്ടാകാം. പ്രിയരെ, ഈ കാലഘട്ടത്തിലും നമ്മളായിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിന്റെ അനുഭവം നമ്മൾ പഠിക്കുമ്പോൾ അതിനുള്ള മറുപടികൾ ഞങ്ങളുടെ സന്ദേശത്തിന്റെ അവസാനം നിങ്ങൾക്ക് മനസ്സിലാകുവാൻ തക്കവണ്ണമിടയാകും. നാം പാർക്കുന്ന അതിമനോഹര ലോകം, വളരെ ശാന്തസുന്ദരമാകുന്ന ലോകം, കാഴ്ചയിലും ജീവിതാനുഭവത്തിലുമൊക്കെ സന്തോഷം പകരുന്ന ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ, എന്നാൽ നമ്മളെ തന്നെ നമ്മളൊന്ന് പരിശോധിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടെന്ന് ആ സത്യം നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണമിടയാകും. പ്രിയരെ, ഞങ്ങൾ ഇവിടെ പറയുന്നത് സ്നേഹത്തിന്റെ സന്ദേശമാകുന്ന സുവിശേഷത്തെ പറ്റിയാണ്. അപ്പോൾ സുവിശേഷത്തെ പറ്റി പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ ഓർപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ഈ പ്രസംഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, എന്താണ് സുവിശേഷം, എന്തല്ല സുവിശേഷമെന്ന് നിങ്ങളോട് പറയുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു. കാരണം സുവിശേഷ പ്രസംഗമെന്ന് കേൾക്കുമ്പോൾ പലർക്കും അതിനോട് അത്ര താല്പര്യമില്ല. പലരും ഇതുപോലെ തെരുക്കോണുകളിൽ നിന്നും പ്രസംഗിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ അവരോട് കയർക്കുന്നതൊക്കെ ഞങ്ങൾ കാണാറുണ്ട്. പ്രിയരെ, അത് തെറ്റിദ്ധാരണ കൊണ്ടാണ്. കാരണം എന്താണ് സുവിശേഷമെന്ന് നിങ്ങൾ അറിയണം. സുവിശേഷം എന്തല്ല എന്നറിഞ്ഞാൽ, സുവിശേഷത്തിന്റെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞാൽ ആരും വഴക്കുണ്ടാക്കാൻ വരുന്നില്ല. അതുകൊണ്ട് പ്രാരംഭത്തിൽ എന്താണ് സുവിശേഷം, എന്തല്ല സുവിശേഷമെന്ന് നിങ്ങളോട് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. പ്രിയ, സുവിശേഷം ഒരു മതപ്രസംഗമല്ല, സുവിശേഷം ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല, സുവിശേഷം ആർക്കെങ്കിലും എതിരെയുള്ള ഒരു പ്രമേയമല്ല സുവിശേഷം. മറിച്ച് സുവിശേഷം സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷം എന്ന് പറയുന്ന ഒരു വ്യക്തി കേന്ദ്രീകൃതത്തിൽ ഇടയായിരിക്കുന്നില്ല, വ്യക്തി കേന്ദ്രീകൃതമായത് ഒന്നാണ് സുവിശേഷം. അതത്രേ ഞങ്ങൾ മുൻ പ്രസ്താവിച്ച യേശുക്രിസ്തുവിന്റെ വിശേഷം എന്നുള്ളത്.